എന്താ പറയുക 12th കഴിഞ്ഞിട്ട് എബ്രോഡ് മെഡിസിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കൺസൾട്ട് ചെയ്ത ഏജൻസിയിൽ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒരു 3-4 മാസത്തോളം ഞങ്ങൾക്ക് എൻ്റെ പാരൻസിൻ്റെ അടുത്ത് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അഡ്മിഷൻ എങ്ങനെ ഉറപ്പായിട്ട് അഡ്മിഷൻ കിട്ടുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് അവർ നമ്മളിൽ നിന്ന് കുറേ കാശൊക്കെ അവർ വാങ്ങിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഇത്രയും ടൈം അവർ നമ്മളുടെ അടുത്ത് പറയുമായിരിക്കും അത് എന്താ പറയുക നമുക്ക് അഡ്മിഷൻ ഉറപ്പായിട്ടും കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ആകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും അഡ്മിഷൻ ക്ലോസ് ആയിപ്പോയി അല്ലെങ്കിൽ വിസ പ്രോബ്ലം വന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങനെയും ഡ്രോപ്പ് ചെയ്യും. അതും ഇത്രയും ഇവൻ ഒരുപാട് മുന്നേ അപ്ലൈ ചെയ്താൽ പോലും എൻഡിങ്ങിൽ അവർ അങ്ങനെയായിരിക്കും പറയണം. അപ്പോൾ പക്ഷേ അതിന് ശേഷമാണ് ഞാനിങ്ങനെ മെൻ്റൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിനെ കുറിച്ച് ഞാൻ കേരളത്തിലെ ഒരു ലോക്കൽ ഏജൻറ്റ് വഴിയാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ എൻ്റെ പാരൻസ് അങ്ങനെ കോൺടാക്ട് ചെയ്തു. പക്ഷേ എവിടെ എന്തോ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസ പ്രോസസ്സിങ് ലേറ്റ് ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാം പെട്ടെന്ന് ശരിയായി കിട്ടുകയും ചെയ്തു. ഞാൻ എനിക്ക് ഒട്ടും വിചാരിച്ചായിരുന്നില്ല ഈ വർഷം എനിക്ക് MBBS കയറാൻ പറ്റും. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചായിരുന്നില്ല. കാരണം ഓൾമോസ്റ്റ് ഒരു ഇയർ എൻ്റെ വേസ്റ്റ് ആകാൻ പോവുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കുറച്ച് ചുരുങ്ങിയ ടൈം കൊണ്ട് തന്നെ എല്ലാ പ്രോസസ്സിങ്ങും മറ്റു കാര്യങ്ങളും എൻ്റെ അഡ്മിഷനും പെട്ടെന്ന് ശരിയായി കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞാനിപ്പോൾ ഫസ്റ്റ് ഇയറിലൂടെ ജോയിൻ ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ എൻ്റെ ഒരു വർഷം ഡ്രോപ്പായി പോകണ്ടായിരുന്നു. ആക്ച്വലി ഞാനിപ്പോൾ ഇങ്ങനെ AITMC കേരള എൻട്രൻസ് ഒന്നും എഴുതാണ്ട് ഇവിടെ വന്നതിൻ്റെ കാരണം തന്നെ 1 ഇയർ ലോസ് ആവാതെ എനിക്ക് ഡോക്ടർ ആകാൻ പറ്റും. എനിക്ക് ഒരു എന്താ പറയുക നമുക്കൊരു പ്രൊഫഷണൽ കോഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയിട്ടാണ് ഞാൻ AITMC ഒന്നും ട്രൈ ചെയ്യാണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഈ മെൻ്റൽ കൺസൾട്ടൻസി വന്നുകൊണ്ട് തന്നെ എൻ്റെ മറ്റു പ്രോസസ്സിംഗ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടുകയും ചെയ്തു. എനിക്ക് ഈ വർഷം തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരുപാട് ട്രസ്റ്റഡാണ്. സോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളൈസ് നിങ്ങൾ ഈ കൺസൾട്ടൻസി നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ മറ്റ് എല്ലാം അഡ്മിഷൻ നമുക്ക് എന്തായാലും നമുക്ക് അഡ്മിഷൻ ഷുവർ ആയിരിക്കും ഇവിടെ കൺസൾട്ട് ചെയ്താൽ. Okay, so they also take care you after admission. Mentor also take care you after admission. Yes, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ എന്താ പറയുക നമ്മൾ ജസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്നും നമ്മളെൻ്റെ അബ്രോഡ് ആക്കി കഴിഞ്ഞിട്ട് അവർ ജസ്റ്റ് അത്രയും ഉള്ളൂ എന്ന് കരുതരുത്. നമ്മളിവിടെ വന്നാലും നമ്മളുടെ എല്ലാ കാര്യങ്ങളും എന്താ പറയുക നമ്മളുടെ കൺസൾട്ടൻസിൽ അവിടുത്തെ അറിയുന്നുണ്ട്. നമ്മളിവിടെ എന്ത് ചെയ്താലും പോലും നമ്മളിവിടെ അത്രയും സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും. പിന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ തന്നെ അവിടുത്തെ എന്താ പറയുക സാർ അല്ലെങ്കിൽ ആരെങ്കിലും ഇവരെ വിസിറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യും. നമ്മളുടെ ഫുഡ് അക്കോമഡേഷൻ എങ്ങനെയുണ്ടെന്ന് എല്ലാം അവർ ഇവിടെ വന്ന് നമ്മൾ ഏജൻസിയിൽ ആരെങ്കിലും ഇവിടെ വന്ന് ഇതെല്ലാം നോക്കുകയും ചെയ്യും. പിന്നെ നമ്മളുടെ കൂടെ ഒരു കുറച്ച് നാൾ സ്റ്റേ ചെയ്തിട്ടൊക്കെ അവർ പോവുക. എന്നുവെച്ചാൽ എല്ലാം സേഫ് ആൻഡ് സെക്യൂർ ആണെന്ന് അവർ ഉറപ്പ് വരുത്തുക. അല്ലാതെ വെറുതെ നമ്മളെ ഇങ്ങോട്ട് വിടുകയൊന്നും ആയിരിക്കില്ല. അവരെല്ലാം നല്ല രീതിയിലാണ് ചെയ്യുന്നത്.